കണ്ണൂർ കൈതപ്രത്തെ രാധാകൃഷ്ണന്റെ കൊലപാതകത്തിന് പ്രതി സന്തോഷ് ഉപയോഗിച്ചത് ലൈസൻസ് ഇല്ലാത്ത തോക്കെന്ന് പോലീസ്. രാധാകൃഷ്ണന്റെ ഭാര്യയും അമ്മയും താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് തോക്ക് കണ്ടെത്തിയത്. അതേസമയം ഭാര്യയ്ക്കെതിരെ പരാതി നൽകുമെന്ന് രാധാകൃഷ്ണന്റെ കുടുംബവും വ്യക്തമാക്കി. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിർണായകമായ കാര്യങ്ങൾ തന്നെയാണ്. നേരത്തെ പോലീസിന് ഉണ്ടായിരുന്ന സംശയം, കാരണം ഇയാൾ ഈ ടാസ്ക് ഫോഴ്സിന്റെ ഒക്കെ ഭാഗമായി പന്നികളെ വെടിവെക്കാനൊക്കെ പോകുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഇയാളുടെ തോക്കിന് ലൈസൻസ് ഉണ്ടോ എന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. ഏതായാലും പക്ഷേ രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി സന്തോഷ് ഉപയോഗിച്ച ആ ബാരൽ ഗണ്ണ് അത് ലൈസൻസ് ഇല്ല എന്ന് തന്നെയാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഇതുപയോഗിച്ചാണ് രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഇക്കാര്യം പോലീസ് ഏതായാലും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഇതിനൊപ്പം തന്നെ ഈ അന്വേഷണം പുതിയ ഘട്ടത്തിലേക്ക് കൂടി നീങ്ങുമെന്ന സൂചന പോലീസ് നൽകുന്നുണ്ട്. കാരണം ഈ തോക്ക് കണ്ടെത്തിയിരിക്കുന്നത് കൊലപാതകം നടന്ന വീടിന്റെ എതിർവശത്ത് രാധാകൃഷ്ണന്റെ ഭാര്യയും അമ്മയും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിന്റെ വിറകുപുരയിൽ നിന്നാണ്. അപ്പോൾ ഈ തോക്ക് ഇവിടേക്ക് എങ്ങനെ എത്തി എന്ന കാര്യത്തിൽ കൂടി പോലീസ് അന്വേഷണം നടത്തും. അതിൽ ചില സംശയകരമായ സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം പോലീസിനായ ഈ കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് മണം പിടിച്ച് ഓടിയത് ഒരു വശത്തേക്ക് മാത്രമാണ്. അതായത് ഇതിനടുത്തുള്ള ഒരു കവുങ്ങിൻ തോട്ടത്തിലേക്കും ഒപ്പം തന്നെ പുഴക്കരയിലേക്കുമാണ് ഓടിയത്. അതേസമയം ഒരിക്കലും ഈ പോലീസിനായ മണം പിടിച്ച് ഈ വാടക വീടിന്റെ ഭാഗത്തേക്ക് ഓടുന്ന സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ തോക്ക് അവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റാരുടെയെങ്കിലും സഹായം ഇയാൾക്ക് തോക്ക് ഒളിപ്പിക്കുന്നതിനോ മറ്റോ ലഭിച്ചിട്ടുണ്ടോ, ഈ കൊലപാതകം നടത്താൻ പോകുന്ന കാര്യം മറ്റാർക്കെങ്കിലും അറിയാമായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് ഇനി പോലീസിന്റെ അന്വേഷണം പോവുക. ഇതിന്റെ ഭാഗമായി ഫോൺ കോളുകൾ ഉൾപ്പെടെ ശേഖരിച്ച പരിശോധന നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഈ തോക്ക് വാടക വീട്ടിൽ നിന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ രാധാകൃഷ്ണന്റെ ഭാര്യയ്ക്കെതിരെ കൂടി പരാതി ഒരുപക്ഷെ ഉയർന്നേക്കും. അങ്ങനെ പരാതി നൽകാൻ കുടുംബം ആലോചിക്കുന്നു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ശരി, നിഖിലാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ.